Hello friends, I am Abhilash Matthew. Welcome back to my channel. Today we are going to discuss about the use of should. As we know that this is a modal which we can use in English and it has some different uses. So today I am going to discuss the four uses of should. First we can see should plus first form of the verb which we use in present tense. Second is should plus have plus third form of the verb which we use in past tense. And next third is should plus be which we use in present tense. And next fourth is should plus have plus be which we use in past tense. Let's get started. ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ രൂപത്തിൽ ഒരു അഡ്വൈസായി, ഒപ്പീനിയനായി അല്ലെങ്കിൽ ഒരു സജഷനായാണ്. ഓക്കെ, അഡ്വൈസ് മീൻസ് ഉപദേശം. ഓക്കെ, ഒപ്പീനിയൻ മീൻസ് നമ്മുടെ അഭിപ്രായങ്ങൾ, ഓർ സജഷൻ മീൻസ് നിർദ്ദേശങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം ഷുഡിൻ്റെ ഫസ്റ്റ് യൂസേജ്, ഒരു ഫസ്റ്റ് ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഷുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. ചെയ്യണം എന്നൊരർത്ഥത്തിലാണ് ഇതിൻ്റെ മീനിങ് മലയാളത്തിൽ വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു ഷുഡ് റൈറ്റ് ആൻസേഴ്സ്. നിങ്ങൾ ഉത്തരങ്ങൾ എഴുതണം. ഫോർ എക്സാമ്പിൾ ഐ സേ യു ഷുഡ് ഗോ ദിയർ. നിങ്ങൾ അവിടെ പോകണം. യു ഷുഡ് റൈറ്റ് ലെറ്റർ. നിങ്ങൾ ലെറ്റർ എഴുതണം. ഓക്കെ, ലെറ്റ്സ് സേ ദ സെക്കൻഡ് എക്സാമ്പിൾ. രാഹുൽ ഷുഡ് ഡു ഹോംവർക്ക്. രാഹുലിന് ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, രാഹുൽ ചെയ്യണം എന്നൊരർത്ഥത്തിലാണ്, ഹോംവർക്ക് ചെയ്യണം എന്നൊരർത്ഥത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ വി ഷുഡ് ഗോ ദെയർ. വി ഷുഡ് ഗോ ദെയർ. നമ്മൾ അവിടെ പോകണം. നമ്മൾ സാധാരണ മലയാളത്തിൽ ഷുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ മലയാളത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ അവൻ ഇവിടെ വരണം. ഹി ഷുഡ് കം ഹിയർ. ഓക്കെ, അവർ ഇത് ചെയ്തിരിക്കണം. ദേ ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, ഇനി ഞാൻ എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യണം. ഓക്കെ, ഐ ഷുഡ് ഡു എക്സർസൈസ് റെഗുലർലി അതർവൈസ് ഡെയിലി. ഓക്കെ, ഇങ്ങനെ നമുക്ക് വളരെയധികം സെൻറ്റൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ഇതേ ഫോർമാറ്റിൽ. ഇനി നമുക്ക് ഷുഡിൻ്റെ സെക്കൻഡ് യൂസേജ് നോക്കാം. നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ കണ്ടത്, ഷുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. സെക്കൻഡ് ടു ഫോർമാറ്റ് ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. നമ്മളിപ്പോൾ കണ്ട പ്രസൻറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പാസ്റ്റ് ആണ്. നിങ്ങളിത് ചെയ്യണമായിരുന്നു. ഓക്കെ, മലയാളത്തിൽ നമുക്ക് ചെയ്യണമായിരുന്നു, ഓക്കെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ അർത്ഥത്തിലാണ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു ഷുഡ് ഹാവ് ഗോൺ ദെയർ. നിങ്ങൾ അവിടെ പോയിരിക്കണമായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ്. നിങ്ങൾ പഠിക്കണമായിരുന്നു. സെക്കൻഡ് എക്സാമ്പിൾ ഐ ഷുഡ് ഹാവ് റീച്ച് ദെയർ. ഞാൻ അവിടെ എത്തിയിരിക്കണമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ വി ഷുഡ് ഹാവ് ഡൺ ദിസ് വർക്ക്. നമ്മൾക്ക് ഈ വർക്ക് ചെയ്തിരിക്കണമായിരുന്നു, നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കണമായിരുന്നു എന്നർത്ഥത്തിലാണ്. നമുക്ക് വളരെയധികം സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് മീൻസ് രാഹുൽ ഷുഡ് ഹാവ് ഡൺ ഹിസ് വർക്ക്. രാഹുൽ അവൻ്റെ വർക്ക് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഷുഡിൻ്റെ മൂന്നാമത്തെ യൂസേജ് നോക്കാം. ഷുഡ് പ്ലസ് ബി പ്ലസ് നൗൺ ആണ് വരുന്നത്. ഇവിടെ മെയിൻ വേർബ് ഇല്ല. ഓക്കെ, ഇതിൻ്റെ മലയാളത്തിൽ അർത്ഥം ആയിരിക്കണം. ഓക്കെ, നീ വീട്ടിലായിരിക്കണം, നീ വീട്ടിലുണ്ടായിരിക്കണം എന്നൊരർത്ഥത്തിലാണ്. ഓക്കെ, യു ഷുഡ് ബി അറ്റ് ഹോം. ഓക്കെ, ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. യു ഷുഡ് ബി അറ്റ് ഹോം. നിങ്ങൾ വീട്ടിലായിരിക്കണം ഓർ വീട്ടിലുണ്ടായിരിക്കണം എന്ന അർത്ഥത്തിലാണ്. പ്രസന്റ് ടെൻസ് ആണ് ഇത്. സെക്കൻഡ് എക്സാമ്പിൾ യു ഷുഡ് ബി അറ്റ് സ്കൂൾ. നിങ്ങൾ സ്കൂളിലായിരിക്കണം. ഹി ഷുഡ് ബി ഇൻ ഓഫീസ്. അവൻ ഓഫീസിലുണ്ടായിരിക്കണം. ഓക്കെ, ഓഫീസിലുണ്ടായിരിക്കണം എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, ഐ ഷുഡ് ബി ഹിയർ. ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഹി ഷുഡ് ബി ദെയർ. അവൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് വളരെയധികം സെൻറ്റൻസ് ഷുഡ് പ്ലസ് ബി യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഷുഡ് പ്ലസ് ബി പ്ലസ് നൗൺ ആണ് വരുന്നത്. അവിടെ നമുക്ക് വേർബ് യൂസ് ചെയ്യാൻ പറ്റിയല്ല. ഓക്കെ, പക്ഷേ വേർബ് യൂസ് ചെയ്തിട്ടുള്ള ഫോർമാറ്റും ഉണ്ട്. ഈ സിറ്റുവേഷനിൽ ഈ ഫോർമാറ്റിൽ നമുക്ക് ഷുഡ് ബി പ്ലസ് നൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ മലയാളത്തിൽ ആയിരിക്കണം, ഉണ്ടായിരിക്കണം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ പ്രസൻസിന് വേണ്ടിയാണ് നമുക്ക് ഷുഡ് പ്ലസ് ബിക്ക് കൂടുതൽ നൗണിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഷുഡിന് ലാസ്റ്റ് ഒരു ഫോർത്ത് യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ഷുഡ് ഹാവ് ബീൻ. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിന് മുമ്പ് കണ്ട ഷുഡ് ബി പ്ലസ് നൗൺ ആണ്. ഉണ്ടായിരിക്കണമാണ്, ഉണ്ടായിരിക്കണം, ആയിരിക്കണം എന്നർത്ഥമുണ്ടല്ലോ. അതിൻ്റെ ജസ്റ്റ് പാസ്റ്റ് ഫോമാണ്. ഓക്കെ, നിങ്ങൾ ഓഫീസിലുണ്ടായിരിക്കണമായിരുന്നു.
ഓക്കെ, ഉണ്ടായിരിക്കണമായിരുന്നു, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. ഓക്കെ, എന്നൊരർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഷുഡ് ഹാവ് ബീൻ. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. യു ഷുഡ് ഹാവ് ബീൻ അറ്റ് ഹോം. നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കണമായിരുന്നു. ഓക്കെ, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, യു ഷുഡ് ഹാവ് ബീൻ അറ്റ് സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ ആയിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ഉണ്ടായിരിക്കണമായിരുന്നു. നെക്സ്റ്റ്, ഷീ ഷുഡ് ഹാവ് ബീൻ ഇൻ ഓഫീസ്. അവൾ ഓഫീസിൽ ഉണ്ടായിരിക്കണമായിരുന്നു. ലാസ്റ്റ് എക്സാമ്പിൾ, സബ്ജക്റ്റ് ഇസ് നോട്ട് റിട്ടൺ ഹിയർ. ഇറ്റ് മീൻസ് ഷീ ഷുഡ് ഹാവ് ബീൻ ഹോണസ്റ്റ്. അവൾ സത്യസന്ധ ആയിരിക്കണമായിരുന്നു. അതർവൈസ് ഹീ ഷുഡ് ഹാവ് ബീൻ ഓണസ്റ്റ്. അവൻ സത്യസന്ധനായിരിക്കണമായിരുന്നു എന്നർത്ഥത്തിലാണ്. ഓക്കെ, ഷുഡ് ബി, ഷുഡ് ഹാവ് ബീൻ. ഷുഡ് ബി പ്രസന്റ് ടെൻസ് ആണ്, ഷുഡ് ഹാവ് ബീൻ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഇവിടെ I hope that you have understood these types of sentences. So please try to make these types of sentences in your daily conversation.